അതുകൊണ്ടല്ലേ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു മഹാനവരുകൾ പറയുകയാണ്, ഒരിക്കൽ ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൂടെ നടക്കുകയാണ്, മദീന പട്ടണത്തിലൂടെ നടക്കുകയാണ്. എന്റെ കൂടെ വെള്ളമുണ്ട്. അത് എന്തിനുള്ള വെള്ളമാണ്? നിസ്കാരത്തിനുള്ള സമയമായാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കും എനിക്കും വുളു ചെയ്യാനുള്ള വെള്ളമാണ്. അങ്ങനെ ഞങ്ങൾ ഒന്നിച്ച് യാത്ര ചെയ്യുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു സ്ഥലത്ത് ഇരിപ്പുണ്ട്, ഞാൻ വേറൊരു സ്ഥലത്ത് ഇരിക്കുന്നുണ്ട്. എന്നിലേക്ക് കൈകൊണ്ട് ആംഗ്യം കാണിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്നെ അങ്ങ് മാടി വിളിച്ചു. വിളിച്ച ഉടനെ ഞാൻ അങ്ങോട്ട് ചെന്നു. നോക്കുമ്പോൾ അവിടെ ഒരു പക്ഷിയുണ്ട്. ഒരു മരത്തിന്മേൽ ഒരു പക്ഷി ഇരിക്കുകയാണ്. ആ പക്ഷി തന്റെ കൊക്ക് കൊണ്ട് എന്തോ ഒന്നവിടെ നിതാ താഴോട്ടിങ്ങനെ നിലത്തിങ്ങനെ കൊത്തുന്നു. ഉടനെ എന്നോട് അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു തങ്ങൾ പറയാണ്, എന്നോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിച്ചു, ഓ അനസേ, ഹൽ തദ്രി മാ യഖൂൽ, ആ പക്ഷി എന്താണ് പറയുന്നത് എന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? ഞാൻ പറഞ്ഞു, ഇല്ല നബിയേ, എനിക്ക് മനസ്സിലായില്ല. ഉടനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ പക്ഷിയുടെ സംസാരത്തിന്റെ ആശയം പറഞ്ഞു തരികയാണ്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു സാധാരണ മനുഷ്യൻ അല്ലല്ലോ. ഞങ്ങളുടെ നാടുകളിൽ എത്ര പക്ഷികളാണ് ശബ്ദിക്കുന്നത്, അതിന്റെ ആശയം എന്താണെന്ന് അറിയുന്നവർ എത്ര പേരാണ് ഞങ്ങളുടെ നാട്ടിലുള്ളത്? ഇല്ലല്ലോ. കാരണം ഞങ്ങൾക്ക് അതിനെ കുറിച്ച് അറിയില്ല. ഞങ്ങള് സാധാരണക്കാരാണ്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഞങ്ങളെക്കാളെല്ലാം അല്ലാഹു തആല അറിയിച്ചു കൊടുത്തിട്ടുണ്ട്. കൂട്ടത്തിൽ പക്ഷിയുടെ സംസാര ആശയം എന്താണ് അതും അറിയിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു തങ്ങളോട് പറയാണ്, ആ പക്ഷി എന്താണ് പറഞ്ഞത്? അല്ലാഹുമ്മ അൻതൽ അദുലുല്ലദീ ലാ തജൂർ, അല്ലാഹുവേ, ഒരിക്കലും അക്രമിക്കാത്ത നീതിമാനാണല്ലോ നീ അക്രമം കാണിക്കാത്ത നീതിമാനാണ്. എനിക്ക് കണ്ണ് കാണുന്നില്ല, എന്റെ കണ്ണിന്റെ കാഴ്ചയും നീ തിരിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ എനിക്കിവിടെ ഒരു സങ്കടമുണ്ട്, എനിക്ക് വല്ലാതെ വിശക്കുന്നുണ്ട്. അതുകൊണ്ട് എന്റെ സങ്കടം നിന്നോടല്ലാതെ പറയാനില്ല. ഫാതുഇംനീ, നീ എനിക്ക് ഭക്ഷണം തരണേ. ഈ പക്ഷിയുടെ സംസാരത്തിന്റെ ആശയം അതാണ്. ഉടനെ ചരിത്രത്തിൽ കാണാം, അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു പറയാണ്, അപ്പോഴേക്ക് വേറൊരു പക്ഷി അവിടെ പറന്നു വന്നു. ആ പക്ഷിയും ഇതുപോലെ തന്റെ ഈ കൊക്ക് കൊണ്ട് എന്തോ ഒന്നവിടെ കാണിക്കുന്നുണ്ട്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, അതദ്രി മാ യഖൂൽ, നേരത്തെയുള്ള പക്ഷി സംസാരിച്ചപ്പോ എന്താണെന്ന് മനസ്സിലായില്ലല്ലോ അനസേ റളിയല്ലാഹു അൻഹു, ഈ പക്ഷിയുടെ സംസാരത്തിന്റെ ആശയം മനസ്സിലായോ? അനസ് റളിയല്ലാഹു അൻഹു പറയാണ്, ഞാൻ പറഞ്ഞു ഇല്ല നബിയെ, അതും മനസ്സിലായില്ല, ഇതും മനസ്സിലായില്ല. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, രണ്ടാമത്തെ പക്ഷി സംസാരിച്ചതിന്റെ ആശയം, മൻ തവക്കല അലല്ലാഹി കഫാഹു വമൻ ദക്കറഹു ലാ യൻസാഹു. എന്തെങ്കിലും ഒരു വിഷയങ്ങൾ വരുമ്പോൾ അല്ലാഹുവിന്റെ മേൽ ബരമേൽപ്പിച്ച് തവക്കുൽ ചെയ്ത് ജീവിക്കുന്നവരാരാണോ അവർക്ക് അല്ലാഹു തആല മതി. പിന്നെ അവരുടെ സങ്കടം അതേ ജനങ്ങളോട് പറയേണ്ട ആവശ്യമില്ല. വമൻ ദക്കറഹു ലാ യൻസാഹു, ആരാണ് അല്ലാഹുവിനെ ഓർത്ത് ജീവിക്കുന്നത്, ആ റബ്ബിനെ ഓർത്ത് ജീവിക്കുന്നവരെ അല്ലാഹു അവർ അല്ലാഹുവിനെ മറക്കും.
എപ്പോഴും അല്ലാഹുവിനെ ഓർത്തു ജീവിക്കുന്നവർ ഒരിക്കലും അവർ അല്ലാഹുവിനെ മറക്കൂല. അതാണ് ആ പക്ഷി പറഞ്ഞത്. ഓ സുഹൃത്തുക്കളെ, ഞാൻ പറഞ്ഞു വന്ന വിഷയം മറക്കരുത്. അതുകൊണ്ട് ഏത് സമയത്തും മനസ്സ് യജമാനനായ റബ്ബിലേക്ക് തിരിക്കണം. നമ്മുടെ ഖൽബിൽ എപ്പോഴും അല്ലാഹുവിനെ കുറിച്ചുള്ള ചിന്ത വേണം. ഹദീസിൽ കാണാം, ഹബീബായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, തുർബത്തു കുല്ലി ശഖ്സിൻ മദ്ഫനുഹു. ഇത് സ്വഹീഹായ ഹദീസാണ്. എല്ലാ മനുഷ്യന്റെ മണ്ണ്, ആ മണ്ണ് എവിടുന്നുള്ള മണ്ണാണെന്ന് ചോദിച്ചാൽ മദ്ഫനുഹു, അത് ആ മനുഷ്യൻ മരിച്ചാൽ ആ മണ്ണിൽ ആ മറവ് ചെയ്യാം. അവിടെ നിന്നാണ് ആ മനുഷ്യനെ സൃഷ്ടിച്ചിട്ടുള്ളത്. അങ്ങനെയാണ് ആ മണ്ണിന് അങ്ങനെ ഒരു ബന്ധം. ഏത് മണ്ണിൽ നിന്നാണോ അവനെ പടച്ചിട്ടുള്ളത് ആ മണ്ണിൽ തന്നെയാണ് അവനെ മറവ് ചെയ്യാം. അതുകൊണ്ടാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു, തങ്ങന്മാർക്ക് വലിയ മഹത്വമാണ്, അഹ്ലു ബൈത്തിന് വലിയ മഹത്വമാണ്. അതിന് കാരണം എന്താണ്? കാരണം അവരുടെ ശരീരങ്ങളിൽ സർക്കുലേറ്റ് ചെയ്യുന്ന രക്തം അത് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ രക്താണ്. അതുകൊണ്ട് തന്നെ അവർ ചില്ലറക്കാരല്ല. അവരെ സ്നേഹിച്ച് ഒരാൾ മരിച്ചാൽ എത്ര മഹത്വമാണ് മഹാന്മാര് പഠിപ്പിച്ചത്. അക്കൂട്ടത്തിൽ പറഞ്ഞത് കാണാം, ജഅലല്ലാഹു ഖബറഹു മസാറ മലായികത്തിർ റഹ്മ. തങ്ങന്മാരെ പരിപാടിക്ക് എന്നും വന്നിരിക്കുന്ന ആളുകൾ, തങ്ങന്മാരെ സ്നേഹിച്ച് അവരെ കൂടെ ഉണ്ടാകുന്ന ആളുകൾ, തങ്ങന്മാരെ പരിപാടിക്ക് കൈകോർക്കുന്ന ആളുകൾ, ഇവിടൊക്കെ അൽഹംദുലില്ലാ ഈ പരിപാടിയോട് ഈ പരിസരത്തുള്ള സത്യവിശ്വാസികൾ പൂർണ്ണമായും കൈകോർക്കുന്നവരാണ് എന്നീ സദസ്സ് കാണുമ്പോൾ തന്നെ മനസ്സിലാകും. ആദ്യത്തെ ദിവസത്തിൽ വാല കേൾക്കാൻ എത്ര ആളുകൾ ഉണ്ടെങ്കിൽ വലിയ സന്തോഷമാണ്. ആദ്യത്തെ ദിവസത്തിൽ പൊതുവെ പരിപാടികൾ വാല കേൾക്കാൻ ആൾ കുറവാ. പിന്നെ ഇങ്ങനെ ദിവസം അടുത്ത ദിവസം അങ്ങനെ കൂടി വരാൻ. അപ്പൊ അൽഹംദുലില്ലാ ഞങ്ങളെ ഈ സദസ്സിൽ, തങ്ങന്മാരുടെ സദസ്സിൽ ആദ്യത്തെ ദിവസത്തിൽ തന്നെ ഇത്ര ആളുണ്ടല്ലോ. അല്ലാഹു തആല ഈ സദസ്സിന്റെ ഒക്കെ ഐശ്വര്യം ഖിയാമത്ത് നാൾ വരെ അല്ലാഹു നിലനിർത്തി തരട്ടെ. അതിന്റെ ഒക്കെ ബറക്കത്തും സന്തോഷം അല്ലാഹു ഞങ്ങൾക്ക് അല്ലാഹു തരട്ടെ. ഞാൻ പറഞ്ഞു വന്നത്, അപ്പൊ അവരെ സ്നേഹിച്ച ഒരാൾ മരിച്ചാല് ആ മനുഷ്യൻ ഖബറിൽ പോയി കിടന്നാൽ ജഅലല്ലാഹു ഖബറഹു മസാറ മലായികത്തിർ റഹ്മാന, റഹ്മത്തിന്റെ മലക്കുകൾ വന്ന് സന്ദർശിക്കുന്ന ഖബറാക്കി കൊടുക്കും അല്ലാഹു തആല. തഫ്സീർ റൂഹുൽ ബയാനിൽ കാണാം. ഇത് ചെറിയ വിഷയമൊന്നുമല്ല. നേരെ മറിച്ചോ, തങ്ങന്മാരെ വെറുപ്പിച്ചിട്ട് അവർക്ക് മരിക്കണേ. അവന്റെ പണി തന്നെ എന്താ? അവന്റെ പണി തന്നെ തങ്ങന്മാരെ വെറുപ്പിക്കല, അവരെ ഇങ്ങനെ കുറ്റം പറഞ്ഞ് നടക്കല, അവരെ കുറിച്ച് ഇങ്ങനെ അഭിപ്രായം പറഞ്ഞ് നടക്കല. അതിന് വേറെ പണിയൊന്നുമില്ല. നിസ്കാരത്തിന് നോക്കുമ്പോ തഹജ്ജുദൊക്കെ ഉണ്ട് കേട്ടോ. തഹജ്ജുദൊക്കെ ഉള്ള ആളുകൾ തന്നെയാണ് ഈ തങ്ങന്മാരെ കുറ്റം പറയല്ലോ. മറ്റുള്ളവരൊന്നും കുറ്റം പറയാൻ നിൽക്കൂല. കാരണം ഓന്റെ കൽബിലെ ചിന്ത ഉണ്ടാവുള്ളൂ. എന്താണെന്നറിയോ? ഞാൻ അത്യാവശ്യം തിരക്കേടില്ല എന്ന്. അങ്ങനെയാണ്. പിന്നെ ഒന്നിനും കൊള്ളാത്തവനാണെങ്കിൽ അവൻ ചിന്തിക്കും എന്റെ അടുത്ത് തഹജ്ജുദ് പോലും ഇല്ല, പിന്നെ ഞാൻ എങ്ങനെ തങ്ങന്മാരെ കുറ്റം പറയും? അതുകൊണ്ട് അത്യാവശ്യമൊക്കെ നിസ്കാരം ഓത്തൊക്കെ ഉള്ളവൻ തന്നെയാണ് പലപ്പോഴും അഹ്ലു ബൈത്തിനെ കുറിച്ച് അഭിപ്രായം പറഞ്ഞു നടക്കുന്നവൻ. അപ്പൊ വെറുതെ ഒന്നല്ല ഞാൻ പറഞ്ഞേ. അങ്ങനെ കുറ്റം പറഞ്ഞിങ്ങനെ നടന്ന് ആയുഷ കഴിച്ച് അവസാനം ഒരു ദിവസം മരിച്ചു. എന്നാല് മഹാന്മാരെന്താ പറഞ്ഞെന്നറിയോ? ലം യശുമ്മ റായിഹത്തൽ ജന്ന. അവന് സ്വർഗത്തിൽ പോകുന്നത് അവിടെ ഇരിക്കട്ടെ, സ്വർഗത്തിന്റെ മണം പോലും അവന് ലഭ്യമല്ല എന്നാണ്. അല്ലാഹു ഞങ്ങളെ നന്നാക്കി തരട്ടെ. എന്നാൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മഹാനവറുകളുടെ മഹത്വം പറഞ്ഞ കൂട്ടത്തില് ഇമാം മാലിക് ഇബ്നു അനസ് റളിയല്ലാഹു അൻഹു, മാലിക് ഇമാം മദീനത്തെ പള്ളിയിലെ കുറെ കാലം ദർസ് നടത്താൻ അല്ലാഹു ഭാഗ്യം കൊടുത്ത മഹാനല്ലേ ഹബീബായ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി. ഉറക്കെ പറയും, നബി മുഹമ്മദുർ റസൂലുള്ളാഹി. തങ്ങന്മാരെ സദസ്സെന്ന് ഏറ്റവും കൂടുതൽ സ്വലാത്ത് വരണ്ടേ നബി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മദീനത്തെ പള്ളിയില് ദീർഘകാലം ദർസ് നടത്താൻ അല്ലാഹു അവസരം നൽകിയ മഹാനാണ് മാലിക് ഇബ്നു അനസ് റളിയല്ലാഹു അൻഹു. ആ മാലിക് ഇബ്നു അനസ് തങ്ങൾ പറയാണ്, നിങ്ങൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ മഹത്വം ഒരുപാട് നിങ്ങൾക്ക് പറയാനുണ്ടാകും. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ മഹത്വം ഒരുപാട് നിങ്ങൾക്ക് പറയാനുണ്ടാവും. എന്നാല് ആ എല്ലാ മഹത്വത്തെക്കാളും ഏറ്റവും വലിയ മഹത്വം ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട് എന്ന് മാലിക് ഇമാം പറയാം. ആ എല്ലാ മഹത്വത്തെക്കാളും ഏറ്റവും വലിയ മഹത്വം ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. അത് എവിടെന്ന് ഞാൻ മനസ്സിലാക്കി?
മാലിക് ഇബ്നു അനസ് റളിയല്ലാഹു അൻഹു പറയാണ്, ഹദീസിലുള്ളതല്ലേ, തുർബത്തു കുല്ലി ശഖ്സിൻ മദ്ഫനുഹു, ഒരു മനുഷ്യൻ എവിടെയാണോ ആ മനുഷ്യൻ മരിച്ചാൽ ഖബറിൽ മറവ് ചെയ്യുന്നത്, അതേ മണ്ണിൽ നിന്നാണ് മനുഷ്യനെ അല്ലാഹു തആല പടച്ചിട്ടുള്ളത്. അത് ഹദീസിൽ ഉള്ളതാണ്. അങ്ങനെയാണെങ്കിൽ മാലിക് ഇബ്നു അനസ് റളിയല്ലാഹു അൻഹു പറയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പടച്ച മണ്ണേതാണോ അതേ മണ്ണിൽ നിന്നാണ് അല്ലാഹു തആല അബൂബക്കർ സിദ്ദീഖ് തങ്ങളെ പടച്ചിട്ടുള്ളത്, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു തങ്ങളെ പടച്ചിട്ടുള്ളത്. എന്തേ കാരണം? അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ എവിടെയാണ് മറപ്പെട്ട് കിടക്കുന്നത്? ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ എവിടെയാണ് മറപ്പെട്ട് കിടക്കുന്നത്? ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എവിടെയാണോ അവിടെയല്ലേ സിദ്ദീഖുൽ അക്ബർ തങ്ങൾ കിടക്കുന്നത്, ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ കിടക്കുന്നത്. അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഏത് മണ്ണിൽ നിന്നാണോ അല്ലാഹു തആല പടച്ചിട്ടുള്ളത് അതേ മണ്ണിൽ നിന്ന് തന്നെ സിദ്ദീഖുൽ അക്ബർ തങ്ങളെ അല്ലാഹ് പടച്ചു എന്നല്ലേ അതിന്റെ അർത്ഥം? ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു തങ്ങളെ അല്ലാഹ് പടച്ചു എന്നല്ലേ അതിന്റെ അർത്ഥം? ഇനി ഇതിനേക്കാൾ വലിയ മഹത്വം വേറെ പറയേണ്ടതുണ്ടോ? മാലിക് ഇബ്നു അനസ് റളിയല്ലാഹു അൻഹു തങ്ങൾ പറയുകയാണ്, ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞു വന്നത് എല്ലാരും ഒരുപോലെയല്ല, എല്ലാ ദിവസങ്ങൾ ഒരുപോലെയല്ല, എല്ലാ സ്ഥലങ്ങൾ ഒരുപോലെയല്ല, എല്ലാ ദിവസങ്ങൾ ഒരുപോലെയല്ല. ആഴ്ചയിൽ 7 ദിവസങ്ങളുണ്ട്. അത് മംഗലാപുരത്തും അങ്ങനെ തന്നെയാണ്, പിന്നെ പെരുമണ്ണയിൽ അങ്ങനെ തന്നെയാണ്, കോഴിക്കോട്ടും അങ്ങനെ തന്നെയാണ്. ആഴ്ചയിൽ 7 ദിവസം: ഞായർ, തിങ്കൾ, ചൊവ്വ, ബുധൻ, വ്യാഴം, വെള്ളി, ശനി. അങ്ങനെ നിങ്ങളെ ഭാഷയിൽ പറയും. എന്റെ ഭാഷയിൽ ഭാനുവാറ, സോമവാറ, മംഗളവാറ, ബുധവാറ, ഗുരുവാറ, ശുക്രവാറ, ശനിവാറ. അങ്ങനെയാണ് 7 ദിവസം. അത് കന്നഡയാണ്. ഇനി എന്റെ ലോക്കൽ ഭാഷയാണെങ്കിലോ, ലോക്കൽ ഭാഷയാണെങ്കിൽ ഞായറാഴ്ച, തിങ്കളാഴ്ച, ചൊവ്വാഴ്ച, ബുധനാഴ്ച, ബാലാഴ്ച, വെള്ളിയാഴ്ച, ശനിയാഴ്ച. സുബ്ഹാന ജല്ല ജലാലു. നിങ്ങളൊന്ന് ആലോചിച്ചു. അതപ്പോ ഞങ്ങളെ നാട്ടിലെ സംസാരം, എന്റെ വീട്ടിലെ സംസാരം. മറ്റേത് കന്നഡയാണ്, അതെല്ലാരും സംസാരിക്കണ ഭാഷയാണ്. എന്നാ അവിടെയും 7 ദിവസമാണ്, ഇവിടെയും 7 ദിവസമാണ്. എന്ന പണ്ഡിതന്മാർ പറഞ്ഞു ഓരോ ദിവസങ്ങൾ ഓരോ വിഷയത്തിനുള്ളതാണ്. ഞായറാഴ്ച ഒരു വിഷയത്തിനുള്ളതാ, തിങ്കളാഴ്ച വേറെ വിഷയത്തിനുള്ളതാ, ചൊവ്വ വേറെ വിഷയത്തിന്, വ്യാഴം വേറെ വിഷയത്തിന്, വെള്ളി വേറെ വിഷയത്തിന്. അങ്ങനെ ഓരോ ദിവസങ്ങൾ ഒരു വിഷയം. ഞായറാഴ്ച അതില് ശനിയാഴ്ച ഉണ്ട്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അത് മഹാന്മാർ പഠിപ്പിച്ചു. എന്താന്നറിയോ? ശനിയാഴ്ച എന്ന് പറഞ്ഞാൽ അത് മുമ്പ് ഒരു ചതി നടന്ന ദിവസാ ശനിയാഴ്ച. ഏതാ ചതി എന്നറിയോ? മുശ്രിക്കുകള് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച്, തങ്ങളെ കാര്യം എന്താ തീരുമാനിക്കേണ്ടത് എന്ന് പറഞ്ഞ് ദാറുൻ നദ്വ എന്ന സ്ഥലത്ത്, അവരുടെ ഓഫീസാണ് അത്, ദാറുൻ നദ്വ. അവിടെ തീരുമാനമെടുക്കാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊല്ലുന്നതിനെ കുറിച്ച് തീരുമാനമെടുക്കാൻ വേണ്ടി യോഗം ചേർന്ന ദിവസം അത് ശനിയാഴ്ച ദിവസമാണ്. എന്ന് കരുതിയിട്ട് എല്ലാ ശനിയാഴ്ചയും കുഴപ്പമുള്ള ദിവസമാണ്, അങ്ങനൊന്നുമില്ല കേട്ടോ. അതേ സമയത്ത് അന്ന് അങ്ങനെ ഒരു പറ്റിക്കൽ നടന്നിട്ടുണ്ട്. അങ്ങനെ ഇപ്പോ ഞങ്ങളെ വീടുകളിൽ എന്നും പറ്റിക്കൽ നടക്കുന്ന ദിവസമാണ്. എന്താ കാരണം? ഭാര്യ ഭർത്താവിനെ പറ്റിക്കുന്നു, ഭർത്താവ് ഭാര്യയെ പറ്റിക്കുന്നു. അങ്ങനെ നോക്കിയാൽ പിന്നെ ഒരു നല്ല കാര്യവും ഒരു ദിവസവും നടത്താനുണ്ടാവില്ല. അങ്ങനെയല്ലേ? ഞാനിത് വെറുതെ പറയല്ല. ചില സ്ത്രീകളുണ്ട് ഇവിടെ പെരുമണ്ണയിലെ ഉമ്മ പെങ്ങന്മാരൊക്കെ നല്ലവരാ. അല്ലാഹു തആല അവരെ ബറക്കത്തുകൊണ്ട് അല്ലാഹു ഞങ്ങളെ നന്നാക്കി തരട്ടെ. അമ്മമാരെ, ഇവിടെ ഇവര് പുരുഷന്മാരൊക്കെ പറഞ്ഞ ഞങ്ങൾക്കെല്ലാം അറിയുള്ളൂ ഇപ്പൊ അവരെ ഹാല്. ഒറ്റൊന്നും ആമീൻ പറയണില്ല. കണ്ട, അവരെ ബറക്കത്തുകൊണ്ട് അല്ലാഹു ഞങ്ങളെ നന്നാക്കി തരട്ടെ എന്ന് പറഞ്ഞാൽ ആ ദുആക്ക് ഇജാബത്ത് കിട്ടൂല എന്ന് അറിയാൻ കരുതിയിട്ടല്ലേ? അല്ലേ? അങ്ങനൊന്നുമില്ല. അവർ നല്ല ബറക്കത്തുള്ളവരാ ഉമ്മ പെങ്ങന്മാർ. എവിടെ അവരിക്കണേ? അങ്ങോട്ടാണല്ലേ? ഈ കാണുന്ന മരന്റെ അപ്പുറത്തോ? കൂടുതൽ പറയാൻ പേടിയ, അഥവാ മെല്ലെ ഓർക്കെങ്കാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അങ്ങനെയാണ്.
മെല്ലെ ഒന്ന് ഇങ്ങനെ എറിയും. കണ്ണടക്ക് കൊണ്ടാ പിന്നെ നാളെ വേറെ വരണമെങ്കിൽ കണ്ണട വേറെ റെഡിയാക്കിയിട്ട് വേണം. അല്ലാഹു തആല ഞങ്ങളുടെ ഉമ്മ പെങ്ങന്മാർക്ക് അല്ലാഹു വലിയ ബർക്കത്ത് ചെയ്യട്ടെ. ഞാൻ പറഞ്ഞത് അങ്ങനെ ഞങ്ങളത് വീട്ടിലൊക്കെ എപ്പോഴും നോക്കാൻ പറ്റിക്കല്ലേ. ചില ഉമ്മമാരുണ്ട്, ഞാന് വളരെ സങ്കടത്തോടെ ഞാൻ പറയാണ്, ഇബാദത്ത് വേണ്ട നല്ല വേണം, അതെല്ലാം ഉണ്ടാകുന്നതോടൊപ്പം ഓ ഉമ്മമാരെ, മകന്റെ ഭാര്യയെ സ്നേഹിക്കാൻ നിങ്ങൾക്ക് കഴിയണം. ഓ സഹോദരിമാരെ, ഭർത്താവിന്റെ ഉമ്മാനെ നന്നായി ബഹുമാനിക്കാൻ കഴിയണം. എല്ലാം തികഞ്ഞവർ ആരും ഇവിടെ ഇല്ല. ഒരു കുറവുമില്ലാത്ത അമ്മായിമ്മ വേണമെന്ന് ഒരു മരുമകൾ തീരുമാനിച്ചാൽ ഈ ദുനിയാവിൽ അവൾക്ക് കല്യാണമുണ്ടാകൂല. ഒരു കുറവുമില്ലാത്ത ന്യൂനതയില്ലാത്ത മരുമകളാണ് എന്റെ മകന് ഭാര്യ, അങ്ങനെയാണ് വേണ്ടതെന്ന് ഒരു ഭർത്താവിന്റെ ഉമ്മ തീരുമാനിച്ചാൽ സുബ്ഹാനല്ലാഹ്, ആ ഉമ്മാക്ക് ഈ ദുനിയാവിൽ ഒരു മരുമകളെ കിട്ടൂല. ഇത് ദുനിയാവാണ്. ഇവിടെ ന്യൂനതകൾ ഉണ്ടായേക്കാം, കുറവുകൾ ഉണ്ടായേക്കാം. പക്ഷേ അതെല്ലാം പരസ്പരം ചർച്ച ചെയ്ത് പരിഹരിച്ചു കൊണ്ടുപോകേണ്ടതാണ്. അല്ലാതെ സ്വന്തം മരുമകളെ മകളെ പോലെ കാണാനുള്ള വിശാലമായ മനസ്സില്ലാത്ത ഉമ്മമാര് എത്ര നിസ്കരിച്ചിട്ട് എന്താ കാര്യം, എത്ര നോമ്പെടുത്തിട്ട് എന്താ കാര്യം, കുറെ ഖുർആൻ ഓതിയിട്ട് എന്താ കാര്യം? ഇല്ലാ മൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം. പടച്ച റബ്ബിന്റെ അരികിൽ ചെല്ലുമ്പോൾ രക്ഷപ്പെടുന്നതാരാണെന്ന് ഖുർആൻ പറഞ്ഞിട്ടില്ലേ ഉമ്മമാരെ? അത് വിശാലമായ, പകയില്ലാത്ത, അസൂയയില്ലാത്ത, മരുമകളോട് വൈരാഗ്യമില്ലാത്ത, അതേ ഭർത്താവിന്റെ ഉമ്മാനോട് വിദ്വേഷമില്ലാത്ത വിശാലമായ മനസ്സുള്ളവർ, അവരാണ് റബ്ബിന്റെ കോടതിയിൽ രക്ഷപ്പെടുന്നത്. ഇത് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹ് പറഞ്ഞതല്ലേ. എന്നിട്ടും ചില മരുമക്കളുണ്ട്, പടച്ച റബ്ബേ, ആ കല്യാണത്തിന് ശേഷം മകനെ, അതായത് ഭർത്താവിനെ തെറ്റിക്കുകയാണ്. ഭർത്താവിനോട് പലതും ഉമ്മാനെ കുറിച്ച് പറഞ്ഞു കൊടുക്കുകയാണ്. പടച്ച റബ്ബേ, അതോടുകൂടെ ഈ ഭർത്താവ് ഉമ്മാനോട് പിണങ്ങിപ്പോയി. എങ്ങനെ കഴിയും സ്വന്തം മകന് ഉമ്മാനോട് പിണങ്ങാൻ? അൽ വാലിദാനി ബാബാനി മിൻ അബ്വാബിൽ ജന്ന. സ്വർഗ്ഗത്തേക്കുള്ള രണ്ട് വാതിലുകളാണ്, ഒന്ന് ഉമ്മയും ഒന്ന് ബാപ്പയും. ബാബുൽ വാലിദ്, മാതാപിതാക്കൾ എന്ന ഒരു വാതില് തന്നെ സ്വർഗത്തിനുണ്ട് എന്ന് പറഞ്ഞില്ലേ? ആ വാതിലിലൂടെ സ്വർഗത്തിൽ പോകണമെങ്കിൽ, അല്ലെങ്കിൽ സ്വർഗത്തിലെത്തണമെങ്കിൽ ഉമ്മാന്റെ മനസ്സ് വേദനിപ്പിക്കരുത്, ബാപ്പാന്റെ മനസ്സ് വേദനിപ്പിക്കരുത്. ഈ അടുത്ത് ഞാൻ ഇവിടുന്ന് കുറെ ദൂരെ ഒരു സ്ഥലത്ത് വാദിന് പോയി. തെക്കൻ കേരളത്തിൽ, സ്ഥലത്തിന്റെ പേര് ഞാൻ പറയില്ല, തെക്കൻ കേരളത്തിൽ ഞാൻ വാദിന് പോയി. വാദിന് പോയപ്പോൾ ഭക്ഷണം കഴിക്കാൻ ഞാൻ ഒരു വീട്ടിൽ ചെന്നു. ഇത് ഞാൻ പറയുന്നത് വരെ നുണയല്ല, സത്യം പറയുകയാണ്. പടച്ച റബ്ബേ, ആ ഭക്ഷണം കഴിച്ചു കൊണ്ടിരിക്കുമ്പോൾ ആ വീട്ടുകാരനോട് ചോദിച്ചു, എത്രയാണ് മക്കൾ? അയാൾ എന്നോട് ചോദിച്ചു, എത്ര അവസാനം എത്ര കുട്ടികളും ചോദിച്ചു. അപ്പൊ ഞാൻ എന്റെ കുട്ടികൾ ഇത്രയാണ് ഞാൻ പറഞ്ഞു. അപ്പൊ നമുക്കൊരു മാന്യത ഉണ്ടല്ലോ, തിരിച്ച് അങ്ങോട്ടൊന്ന് ചോദിക്കണ്ടേ? അവരിങ്ങോട്ട് ചോദിക്കുമ്പോ അപ്പൊ അങ്ങോട്ട് ചോദിച്ചു, എത്രയാണ് നിങ്ങൾക്ക്, എത്രയാ മക്കൾ ചോദിച്ചു. അപ്പൊ അയാള് പറഞ്ഞു, ഉസ്താദേ, ആൺമക്കളുണ്ട്, ഇത്ര ആൺമക്കളാണ്. എന്റെ ഭാര്യ പെൺകുട്ടിയെ പ്രസവിച്ചിട്ടില്ല.
ആ വീട്ടുകാരൻ എന്നോട് പറയാണ്, അപ്പൊ ഞങ്ങൾക്കൊരു സമാധാനമുണ്ടായിരുന്നു. എന്താണ് സമാധാനം? എനിക്ക് സ്വന്തം പെൺകുട്ടികളില്ലെങ്കിൽ എന്തേ, എന്റെ മകൻ കല്യാണം കഴിച്ച് അതാ ഞങ്ങൾക്കൊരു മരുമകൾ ഉണ്ടാകും. അവരിലൂടെ ഞങ്ങൾക്ക് ലഭിക്കുന്ന പേരമക്കൾ പെൺകുട്ടികളായാൽ അൽഹംദുലില്ലാ വലിയ സന്തോഷമല്ലേ. ഞങ്ങൾക്കിനി പ്രായമായി, ഞങ്ങൾക്കിനി അതേ പ്രതീക്ഷയല്ലേ ഉള്ളൂ. പക്ഷേ ഉസ്താദേ, പറഞ്ഞതുപോലെ എന്റെ മകന്റെ കല്യാണം നടന്നു. അതിലൂടെ അല്ലാഹു തആല അവർക്കൊരു കുഞ്ഞിനെ കൊടുത്തു, പെൺകുഞ്ഞാണ്. ഞാനും എന്റെ ഭാര്യയും വല്ലാതെ സന്തോഷിച്ചു പോയി. ഞങ്ങൾക്ക് മക്കളില്ലെങ്കിലും പെൺമക്കളില്ലെങ്കിലോ ഞങ്ങളെ മകൻ അല്ലാഹു തആല ഒരു പെൺകുഞ്ഞിനെ കൊടുത്തല്ലോ. ആ കുട്ടിയെ കയ്യിൽ പിടിച്ച് കുറെ നടക്കണം, ആ കുട്ടിയെ തലോടിച്ച് കിടത്തണം, ആ കുട്ടിയോട് കുറെ തമാശ പറയണം. ബക്കറ്റല്ലേ ഇവിടെ ആ ബക്കറ്റ് വരുന്നതാ. ഇപ്പൊ ഞാൻ എപ്പോഴും വാലിന് സദസ്സിൽ പറയാറുണ്ട്, ഇപ്പൊ എല്ലായിടത്തും ഗൂഗിൾ പേ, ഫോൺ പേ ഒക്കെ ആയിപ്പോയി അല്ലേ. പേടിഎമ്മും മറ്റേ QR കോഡും വാലിന് സദസ്സിൽ ഇങ്ങനെ കൊണ്ടുപോകണം ഓരോരുത്തേക്ക്. കാരണം എന്താ പറയുക, പൈസ കൊണ്ടുവരുന്നത് കുറവാണ്. അതുകൊണ്ട് ഗൂഗിൾ പേ കാണിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ മറ്റേ സ്കാൻ ചെയ്യണ QR കോഡ്. ഇപ്പൊ പെട്രോൾ പമ്പിലൊക്കെ വന്നില്ലേ എന്നതുപോലെ ഇൻഷാ അല്ലാഹ് സഖാവിസ്ഥാന്റെ അടുത്തേക്കാണ് ആദ്യം കൊണ്ടുപോയത്. കാരണം മുപ്പറങ്ങ് തുടക്കം കുറിക്കട്ടെ എന്ന് കരുതിയിട്ട്. അല്ലാഹു തആല അൽഹംദുലില്ലാ, അതങ്ങനെയാണ്. അല്ലാഹു തആല ബർക്കത്ത് ചെയ്യട്ടെ. എല്ലാം കഴിഞ്ഞിട്ട് ബക്കറ്റ് ഇവിടെ കൊണ്ടുവന്നാൽ മതി. ഞാനും ഇൻഷാ അല്ലാഹ് അതിലേക്ക് ഇട്ടോളാം. നിങ്ങളും കൂടി ഇടണമെന്ന് പറയാൻ എനിക്ക് അർഹത ഉണ്ടാകണേ. ഞാൻ ഇടണ്ടേ? ഞാൻ ഇടാതെ ഇങ്ങോട്ട് മാത്രം ഇടാൻ പറഞ്ഞാല്. അവിടെ എല്ലാം കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വന്നാൽ മതി. ഓർമ്മപ്പെടുത്തണം അവസാനം ഇടാന്. അല്ലെ ഞാൻ മറന്നുപോയാൽ പിന്നെ വാക്ക് പാലിച്ചവനാകൂല. അപ്പൊ അതുകൊണ്ട് എല്ലാരും സഹായിക്കുക. അപ്പൊ സ്ത്രീകളുടെ ഭാഗത്ത് പോയോ? ബക്കറ്റ് പോയോ നിങ്ങളപ്പ പോയി? അൽഹംദുലില്ലാ. അപ്പൊ പിന്നെ വാലിനൊന്നും മുടക്ക് വരണ്ടെന്ന് കരുതിയിട്ടാണ് അതൊന്നും പറയാത്തത്. അങ്ങനെയാണ്. കാരണം ഇത് പൈസ ഉണ്ടാക്കുന്ന പരിപാടി ഒന്നുമല്ലല്ലോ. ഈ പരിപാടിക്ക് ഒരുപാട് ചെലവുകൾ വരും, അതിനൊരുപാട് ആളുകൾ സഹായിച്ചിട്ടുണ്ടാകും. അല്ലാഹു അവർക്കെല്ലാം അതിൻ്റെതായ ബറക്കത്ത് ദുനിയാവിലും ആഖിറത്തിലും അല്ലാഹു തരട്ടെ. ഞാൻ പറഞ്ഞ വിഷയം മറക്കണ്ട, ഞാൻ പറഞ്ഞു വന്നത്. അപ്പൊ അയാൾ പറഞ്ഞപ്പോ അങ്ങനെ വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു. പേരക്കുട്ടി ഒരു പെൺകുട്ടിയാണല്ലോ, തലോടിച്ച് ഉറക്കണം, തമാശ പറയണം, കുശാല് പറയണം. പക്ഷേ അതിനൊന്നും ഞങ്ങളെ മരുമകൾ ഞങ്ങൾക്ക് അവസരം തന്നില്ല ഉസ്താദേ. പ്രായമുള്ള ബാപ്പയെന്ന് പറഞ്ഞപ്പോൾ, ഓ ഉമ്മമാരെ, സഹോദരിമാരെ, എൻ്റെ മനസ്സ് വല്ലാതെ വേദനിച്ചു പോയി. ഞാനിത് വെറുതെ പറയുകയല്ല. അപ്പൊ ഞാൻ ചോദിച്ചു, ഇപ്പൊ മകനും മകന്റെ കുടുംബം എവിടെയാണ്? അപ്പൊ ഈ ബാപ്പ പറയാണ്, അവൻ ഭാര്യ വീട്ടിലോ എവിടെയോ പോയി താമസിക്കുകയാണ്. അവൻക്കിപ്പൊ ഉമ്മാനെ വിളിച്ച് സംസാരിക്കാന് തോന്നുന്നില്ല, ഉമ്മ എങ്ങനെയുണ്ട് എന്ന് ചോദിക്കാന് തോന്നുന്നില്ല, ബാപ്പയായ എന്നെ വിളിച്ച് സംസാരിക്കാന് തോന്നുന്നില്ല. ചോദിക്കട്ടെ ഉമ്മമാരെ, സഹോദരിമാരെ, അതൊരു നല്ല പരിപാടിയാണോ? ഒരു നല്ല കാര്യമാണോ? കല്യാണത്തിന് മുമ്പ് ആ ഉമ്മയും മകനും, ആ ബാപ്പയും മകനും എത്ര നല്ല സ്നേഹത്തിലായിരുന്നു, എത്ര നല്ല സന്തോഷത്തിലായിരുന്നു. പക്ഷേ ആ സന്തോഷം മുഴുവനും പെണ്ണാകുന്ന നീ അവരെ ജീവിതത്തിൽ കയറി ചെന്ന് ചെല്ലുന്നതിലൂടെ തകർത്ത് കളഞ്ഞില്ലേ മോളെ? അതുകൊണ്ട് വേഗം നന്നാകണേ. ആ സംഭവം കേട്ടതിന് ശേഷം ഞാൻ വാലു പറഞ്ഞു. അതേ നാട്ടിൽ തന്നെ ഞാൻ വാലു പറഞ്ഞു. ആ വാലു ലൈവിൽ കാണും, യൂട്യൂബിൽ കാണും. ഞാൻ അവിടെ വാലു പറഞ്ഞു. എത്രയോ ഇതുപോലെ വാലു കേട്ട് നന്നായവരുണ്ട്. പിന്നെ കൽബ് ചത്തുപോയ ആളുകൾ, കൽബ് കറുത്തിരുണ്ട് കേടായി പോയവർ ഒരിക്കലും ഈമാന് കയറൂല. ചില കൽബുകളെ അല്ലാഹു പറഞ്ഞില്ലേ, ഖതമല്ലാഹു അലാ ഖുലൂബിഹിം, അവരുടെ കൽബുകൾക്ക് അല്ലാഹു സീൽ വെച്ചു പോയി എന്ന് പറഞ്ഞില്ലേ? അവരെത്ര വാല് കേട്ടാലും അവർക്കൊരു മാറ്റമുണ്ടാകൂല. എത്ര വാല് കേട്ടാലും അവര് നന്നാകൂല. അവരുടെ
അവരുടെ ജീവിതത്തിൽ ഒരു ചേഞ്ചസ് വരൂല. ഞാൻ എൻ്റെ ഉമ്മ പെങ്ങന്മാരോട് പറയട്ടെ, പാടില്ല. ഒരിക്കലും നിങ്ങളുടെ ഭർത്താവിനെയും ഭർത്താവിന്റെ ഉമ്മാനെയും തമ്മിലടിപ്പിക്കരുത്. അങ്ങനെ ആയാൽ എന്താണ് സംഭവിക്കുക എന്നറിയോ? പിന്നീട് ഒരു കാലം വരാനുണ്ട്. അന്ന് നിങ്ങളുടെ മകന്റെ കല്യാണം നടക്കുന്നു, നിങ്ങൾക്കൊരു മരുമകൾ വരുന്നു. ആ മരുമകൾ നിങ്ങളുടെ മകനെയും നിങ്ങളെയും തമ്മിൽ തെറ്റിക്കുന്നു. അത് എന്തിന്റെ പ്രതിവിധിയാണ്? അത് നിങ്ങളെ ഭർത്താവിനെയും ഭർത്താവിന്റെ ഉമ്മാനെയും തമ്മിൽ തെറ്റിച്ചില്ലേ, അതിന് അല്ലാഹു തആല ദുനിയാവിൽ നിങ്ങൾക്ക് തരുന്ന ശിക്ഷയാണ്. അതിന്റെ പേരിൽ കാലാകാലം നിങ്ങളെ മനസ്സ് വേദനിക്കുന്നു, നിങ്ങൾ പ്രയാസപ്പെടുന്നു. അതുകൊണ്ട് ഒരിക്കലും ഈ താഴ്ന്ന പണിക്ക് നിങ്ങൾ ഇറങ്ങിത്തിരിക്കരുത്. ഇത് ഞാൻ എൻ്റെ വാദ കേൾക്കുന്ന സഹോദരിമാരോട് പറയട്ടെ. ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞ വിഷയത്തിലേക്ക് മടങ്ങാണ്. ഞാൻ പറഞ്ഞു വന്ന വിഷയം മറക്കരുത്. ഞാൻ പറഞ്ഞ വിഷയം മറക്കാൻ പാടില്ല. ഓരോ ദിവസത്തിനും ഓരോ പ്രത്യേകതയാണ്.